കൽക്കി കണ്ടിറങ്ങിയവർ ബ്രോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നിടുമ്പോൾ ചോദിച്ചിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ കൽക്കി? ഇതിപ്പോൾ വെസ്റ്റേൺ സിനിമകളിലൊക്കെ ഉപയോഗിച്ച് വന്നിട്ടുന്ന മിത്തുകളും പുരാണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പോസ്റ്റ് മോഡേൺ സിനിമകൾ ചെയ്യുന്ന ആ രീതി ഇപ്പോൾ ഇന്ത്യയിലും അവലംബിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ മഹാഭാരതത്തിലുള്ള കുറേ എസൻസുകളും അതിന് ശേഷമുള്ള മഹാഭാരത കഥയ്ക്ക് ശേഷം ശ്രീകൃഷ്ണ അവതാരത്തിന് ശേഷമുള്ള കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഒരു തരത്തിൽ ആ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുത്താൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഏകദേശം ഈ സിനിമയിൽ തന്നെ ആ കഥാപാത്രങ്ങൾ മനസ്സിലാകുന്നുമുണ്ട്. BC 3110 മഹാഭാരത ഇതിഹാസവും AD 2898 നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വർത്തമാനകാലം ഇല്ല എന്നുള്ളതാണ്. ഒരു കഴിഞ്ഞുപോയ കാലത്ത് നമ്മൾ കുറേ കേട്ടും അറിഞ്ഞുമുള്ള കഥകളും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനിലൂടെ നമ്മളൊരു ഫിക്ഷനിലൂടെ കാണിക്കുന്ന ഒരു സിനിമയാണ് കൽക്കി. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. AD 2898 AI ടെക്നിക്കുകളും അതുപോലെ റോബോട്ടും ഒക്കെ അരങ്ങുകൾ വാഴുന്ന സമയത്ത് അർജുനൻ്റെ ഗാണ്ഡീവത്തിന് എന്ത് കാര്യം? അതേപോലെ തന്നെ അശ്വത്ഥാമയ്ക്ക് അവിടെ എന്ത് കാര്യം? അശ്വത്ഥാമ ചിരഞ്ജീവിയാണ്, മരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ എവിടെ ഉണ്ടായാലും കുഴപ്പമില്ല. എങ്കിലും അർജുനൻ്റെ ഗാണ്ഡീവം എന്തിനു വരുന്നു? ആ ഗാണ്ഡീവം അവസാനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? സമയമായിരിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഏകദേശം 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലം. ഇപ്പോൾ ഭൂമിയിൽ നിലനിൽക്കുന്നത് കാശി എന്നൊരു സ്ഥലവും ശംഭാല എന്നൊരു സ്ഥലവുമാണ്. എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യൻ മാറാൻ കഴിയില്ല. കാശി കലി ഭരിക്കുമ്പോൾ ശംഭാല നാളേക്ക് വേണ്ടി നന്മകളുള്ള ഒരു കൂട്ടം ആളുകളുടെ സ്ഥലമാവുകയാണ്. ധർമ്മം നടക്കുന്നത് ആ ഭഗവാനാണിപ്പോൾ അമ്മയുടെ ഉദരത്തിൽ. ആകാശത്ത് നിൽക്കുന്ന തലതിരിഞ്ഞ പിരമിഡ് ഘടനയുള്ള കോംപ്ലക്സ് സിറ്റി ഭരിക്കുന്നതാട്ടെ 200 വയസ്സുള്ള സുപ്രീം യാസ്കിൻ എന്ന രാക്ഷസനും. കാശിയിലെ ബൗണ്ടി ഹണ്ടറാണ് പ്രഭാസിൻ്റെ ഭൈരവ. പോയിന്റ് സമ്പാദിച്ച് കോംപ്ലക്സിൽ കയറുകയാണ് ഭൈരവയുടെ ലക്ഷ്യം. അതിനായി ശംഭാലയിലെ വിമതരെ വേട്ടയാടാൻ അയാൾ തീരുമാനിക്കുന്നു. ഇനി ഇതിലെ കഥാപാത്രങ്ങൾ ആരെന്ന് നോക്കാം. വിജയ് ദേവരക്കൊണ്ടയാണ് മഹാഭാരതത്തിലെ അർജുനൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഭൈരവയെ ആയോധന കലകൾ പഠിപ്പിക്കുന്ന ദുൽഖർ സൽമാൻ പുരാണങ്ങളിലെ പരശുരാമൻ്റെ റെഫറൻസാണ്. പുൽക്കൊടിയിൽ നിന്ന് വരെ ബ്രഹ്മാസ്ത്രമുണ്ടാക്കാൻ സാധിക്കുന്ന ചിരഞ്ജീവിയായ ദ്രോണപുത്രൻ അശ്വത്ഥാമ ഉത്തരയുടെ ഗർഭത്തിൽ അസ്ത്രം പ്രയോഗിച്ചതിൽ കൃഷ്ണശാപം ലഭിച്ച് കൃഷ്ണനാൽ നെറ്റിയിലെ ശിവമണി പറിച്ചെടുക്കപ്പെടുകയും ഇനിയൊരിക്കൽ താൻ കൽക്കിയായി അവതാരമെടുക്കുമ്പോൾ തന്നെ സംരക്ഷിക്കാൻ എത്തുമ്പോൾ തൻ്റെ പിറവിയിൽ മാത്രമേ ശിവമണി തിരിച്ചു ലഭിക്കൂ എന്ന ശാപം നൽകുകയും ഒരിക്കൽ കൽക്കി അവതാരം പിറവിയെടുക്കും, അതിൻ്റെ സിറമെടുത്താൽ തനിക്ക് യൗവനം തിരിച്ചു ലഭിക്കുമെന്നുള്ള അറിവുള്ള സുപ്രീം അതിനായി സുമതിയുടെ സിറം എക്സ്ട്രാക്ട് ചെയ്യുന്നിടത്ത് സുമതി രക്ഷപ്പെടുകയും കിട്ടിയ ഒരു തുള്ളിയിൽ അർജുനൻ്റെ ഗാണ്ഡീവം എടുത്തുയർത്തി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന കലിയും. വില്ലാളി വീരനായ അർജുനനെ വരെ വിറപ്പിച്ച സൂതപുത്രൻ കർണനാണ് ഭൈരവ എന്ന തിരിച്ചറിവിലും കൽക്കിയുടെ അവതാരപ്പിറവിയും എല്ലാം തീർക്കുന്ന ഫിക്ഷണൽ സിനിമാറ്റിക് ലോകത്തേക്കുള്ള നാഗശ്വിൻ യൂണിവേഴ്സ് തുറക്കുന്ന തുടക്കമാണ് കൽക്കിയുടെ ഒടുക്കം. കൽക്കി വേഴ്സസ് കലി അംഗത്തിന് കാത്തിരിക്കാം. അല്ല, ആരായിരിക്കും കൽക്കിയായി വരിക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?